എന്താണ് ജനറ്റിക് കൗൺസിലിംഗ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്? ആസ് യു നോ, ഹ്യൂമൻസ് ആർ മെയ്ഡ് ഓഫ് 46 ക്രോമസോം. ഇതിൽ 23 കംസ് ഫ്രം ആ മദേഴ്സ് സൈഡ്, 23 ഫ്രം ആ ഫാദേഴ്സ് സൈഡ്. ഇതുകൂടാതെ നമുക്ക് 2 സെക്സ് ക്രോമസോംസ് ഉണ്ട്. അത് XX ആകുമ്പോൾ ഫീമെയിൽസ്, XY ആകുമ്പോൾ മെയിൽസ്. ഈ ക്രോമസോം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സെൽസ് അഥവാ കോശങ്ങളുടെ ന്യൂക്ലിയസിലാണ്. And it is made up of deoxyribonucleic acid അഥവാ DNA. This DNA will make genes, and genes പ്രോട്ടീൻസ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലെ പല ആക്ടിവിറ്റീസും നടക്കുന്നത്. 99% നമ്മുടെ എല്ലാവരുടെ DNA-യും സെയിം ആണ്, ബട്ട് 1% is different. ഈ 1% ഡിഫറൻസ് കൊണ്ടാണ് നമുക്കിതിലെ എല്ലാവർക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കാണാനും നമ്മുടെ ബിഹേവിയറും എല്ലാം ഡിഫറെന്റ് ആവുന്നത് ഈ ഒരു 1% വേരിയേഷൻ കൊണ്ടാണ്. സോ വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇൻ സം റെയർ കേസസ് ദിസ് വേരിയേഷൻ ക്യാൻ ലീഡ് ടു എ ഡിസീസ്. എന്തെങ്കിലും ഒരു രോഗാവസ്ഥ, ജനിതക രോഗാവസ്ഥയിലേക്ക് ഈ ഒരു വേരിയേഷൻ എത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വേരിയേഷൻസിനെയാണ് നമ്മൾ പാത്തോജനിക് വേരിയേഷൻസ് എന്ന് പറയുന്നത്. സോ ദിസ് പാത്തോജനിക് വേരിയേഷൻ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ക്യാൻസറുകളിൽ അങ്ങനെ പാത്തോജനിക് വേരിയേഷൻസ് കിട്ടുമ്പോൾ അത് ഒരു ചികിത്സയ്ക്ക് ശേഷവും അത് വേറെ അവയവങ്ങളിലേക്ക് അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ കുറെ കാലത്തിന് ശേഷം ചികിത്സയ്ക്ക് ശേഷം അത് വേറെ അവയവങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആരൊക്കെയാണ് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്? ഒന്നിൽ കൂടുതൽ ആൾക്കാർ, ഒരു ഫാമിലിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതേപോലെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യേണ്ടതാണ്. 2, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു പാത്തോജനിക് വേരിയന്റ് ഓൾറെഡി ഒരു ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് ഒരു പാത്തോജനിക് വേരിയന്റ് നമ്മൾ ഓൾറെഡി ഫാമിലിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫാമിലീസ് എന്തായാലും ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ IHC ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി റിപ്പോർട്ട് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കോളിൻ ക്യാൻസറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ, കോളിൻ ക്യാൻസർ നമ്മൾ MSI ഹൈ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസ് എന്തായാലും, അതേപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റിൽ TNBC പേഷ്യന്റ് ട്രിപ്പിൾ നെഗറ്റീവ് ആവുന്ന സമയത്ത് അങ്ങനെയുള്ളവർ എന്തായാലും ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ചില ക്യാൻസേഴ്സ് നമ്മൾ വരുന്നതിലും യങ് ആയിട്ട് വരുന്നതിലും നേരത്തെ നമ്മൾ ഏജ് പരിമിതികൾ ശരിക്കും നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗിൽ പറയുന്നതില്ല. കാരണം 80 ഏജ് വരെ നമ്മൾ പറയും ക്യാൻസർ റിസ്ക് ഉണ്ട്. പക്ഷെ ചില ക്യാൻസേഴ്സ് ഏർലി ഏജിൽ വേണ്ടിയിട്ട് വരും. അപ്പം അങ്ങനെ അൺയൂഷ്വൽ ആയിട്ട് വരുന്ന ക്യാൻസേഴ്സും ചെയ്യേണ്ടതാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ചില ജനറ്റിക് ഹെറിഡിറ്ററി ക്യാൻസർ ഫീച്ചേഴ്സ് ആയിട്ടുള്ള പോളിപ്സ്, സിസ്റ്റ് അങ്ങനെയുള്ള രോഗികൾ എന്തായാലും ചെയ്യേണ്ടതാണ്. പിന്നെ ചില സ്പെസിഫിക് ക്യാൻസർ സച്ച് ആസ് മെഡുലറി തൈറോയിഡ് കാർസിനോമ, പിന്നെ കുട്ടികളുടെ റെറ്റിനോബ്ലാസ്റ്റോമ, ATRT ഇതേപോലുള്ള പേഷ്യൻസും എന്തായാലും ജനറ്റിക് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്.